80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ ആഘോഷിച്ചു. കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ റോജി എം ജോൺ ദേശീയ പതാക ഉയർത്തി. കളക്ടറേറ്റിലെ 5 കവാടങ്ങൾക്ക് ജീവനക്കാർ നിർദ്ദേശിച്ച പേരുകളും ഇതോടൊപ്പം മന്ത്രി ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു. ദാക്ഷായണി വേലായുധൻ 1912 എറണാകുളം ജില്ലയിൽ മുളവുകാട് എന്ന കൊച്ചുദ്വീപിൽ ജനിച്ച ദാക്ഷായണി വേലായുധൻ കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര പ്രവർത്തകയുമായിരുന്നു. തന്റെ സമുദായത്തിൽ നിന്ന് മേൽമുണ്ട് ധരിച്ച ആദ്യ വനിത, ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വനിതാ ബിരുദധാരി, കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദളിത് വനിത, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 9 വനിതാ അംഗങ്ങളിൽ ഒരാൾ എന്നിങ്ങനെ വിശേഷണങ്ങളാൽ സമ്പന്നയാണ് ദാക്ഷായണി വേലായുധൻ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എറണാകുളം ജില്ലയുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ 1-ാം നമ്പർ ഗേറ്റിന് ഈ പേര് ചാർത്തുമ്പോൾ അത് വെറും ഒരു നാമകരണം മാത്രമല്ല, ഒരു നിലപാടാണ്. ഗേറ്റ് നമ്പർ 2 സഹോദരൻ അയ്യപ്പൻ 1912 എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ദ്വീപിലെ ചെറായിൽ ജനിച്ച സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും യുക്തിവാദിയുമായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജാതി വിവേചനത്തിനും അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു. കേരള നവോത്ഥാനത്തിലെ ഈ സുപ്രധാന വ്യക്തിത്വത്തിന്റെ പേരിലാണ് ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ 2-ാം നമ്പർ ഗേറ്റ് അറിയപ്പെടുക. ഗേറ്റ് നമ്പർ 3 പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ കണ്ടത്തിപ്പറമ്പിൽ പാപ്പുവിന്റെയും കൊച്ചുപെണ്ണിന്റെയും മകനായി 1885 മെയ് 24 ജനിച്ച പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും കവിയും അധ്യാപകനുമായിരുന്നു. ജാതി വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തിയ പണ്ഡിറ്റ് കറുപ്പൻ കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന വ്യക്തിത്വമാണ്. ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ 3-ാം നമ്പർ ഗേറ്റ് അറിയപ്പെടുക ഈ മഹാരഥന്റെ പേരിലായിരിക്കും. ഗേറ്റ് നമ്പർ 4 മഹാകവി ജി ശങ്കരകുറുപ്പ് 1901 ജൂൺ 3-ന് ശങ്കര വാര്യരുടെയും ലക്ഷ്മിക്കുട്ടി വാര്യാസരുടെയും മകനായി എറണാകുളം ജില്ലയിലെ കാരടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് ജനിച്ച മഹാകവി ജി ശങ്കരകുറുപ്പ് അധ്യാപകൻ, കവി, ഉപന്യാസകൻ, വിവർത്തകൻ, ഗാനരചയിതാവ്, ഇന്ത്യൻ പാർലമെന്റ് അംഗം എന്നിങ്ങനെ വിശേഷണങ്ങൾ തികയാത്ത മലയാളിയുടെ അഭിമാനമാണ്. ഓടക്കുഴൽ എന്ന പ്രശസ്തമായ കൃതിയിലൂടെ 1965 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാള സാഹിത്യകാരനായ ജി ശങ്കരകുറുപ്പ് പേര് ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ 4-ാം നമ്പർ കവാടത്തിന് ചാർത്തുന്നത് ആ മഹത് വ്യക്തിയോടുള്ള ആദരവിന്റെ അടയാളമാണ്. ഗേറ്റ് നമ്പർ 5 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ 1911 ഒക്ടോബർ 10-ന് ജനിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിലെ പ്രശസ്തനായ കവിയും ഗാനരചയിതാവുമായിരുന്നു. പ്രണയം, വിരഹം, പ്രകൃതി, ദുഃഖം തുടങ്ങിയ വികാരങ്ങളെ ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ അവതരിപ്പിച്ച അദ്ദേഹം മലയാളികളുടെ പ്രിയപ്പെട്ട കവിയായി മാറി. കാലങ്ങളെ അതിജീവിച്ച് മലയാളിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന രമണൻ എന്ന ഭാവകാവ്യം പോലെ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ 5-ാം നമ്പർ കവാടത്തിൽ ചാർത്തുന്ന ഈ മഹാത്മാവിന്റെ പേരും അനശ്വരമായി തീരട്ടെ. എറണാകുളം ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തിച്ചേരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഓരോ ഗേറ്റുകളും പലപ്പോഴും വളരെ കൺഫ്യൂസിംഗ് ആയിരുന്നു. ആ ഗേറ്റിന് നമ്പറും നാമകരണവും ചെയ്യുവാനായിട്ട് നിർദ്ദേശം മുന്നോട്ട് വെച്ച സ്ഥലം എംഎൽഎ കൂടിയായിട്ടുള്ള ശ്രീമതി ഉമാ തോമസിനെയും ആ നിർദ്ദേശം ശിരസ വഹിച്ച് ഏറ്റവും ഭംഗിയായി വളരെ ഏറ്റവും ഉചിതമായിട്ടുള്ള നാമകരണം നടത്താൻ മുൻകൈയെടുത്ത ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടത്തെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പമുള്ള സമ്മാനം ശ്രീ ശ്രീജിത്ത് എസ്.ആർ, ഓഫീസ് ഓഫ് ദി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, സിവിൽ സ്റ്റേഷൻ. ശ്രീ ശ്രീജിത്ത് എസ്.ആർ. ബാലു അലക്സ് വർഗീസ്. ശ്രീ ബാലു അലക്സ് വർഗീസ്, ജില്ലാ കളക്ടർ എറണാകുളം. അടുത്തത് ലിബി എം തോമസ്. ശ്രീ ലിബി എം തോമസ്. അമൃത മോഹനൻ, ശ്രീമതി അമൃത മോഹനൻ, ഓഫീസ് ഓഫ് ദി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, സിവിൽ സ്റ്റേഷൻ.